ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ 5ാമത്തെ ദിവസമായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഡയറ്റിൽ ഞാൻ മെയിനായിട്ട് പോഷൻ കൺട്രോൾ ചെയ്യുക, പിന്നെ ഷുഗർ കട്ടാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു 4 ദിവസത്തിനുള്ളിൽ ഞാൻ ഒരു ദിവസം ഷുഗർ കട്ട് ചെറുതായിട്ടൊന്ന് പാളിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ ഞാൻ രാത്രി ഫ്രൈഡ് റൈസ് നല്ലോണം മൂക്കുമുട്ട കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും വെയിറ്റ് നോക്കിയപ്പോൾ ഇതാ വീണ്ടും 89ലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. സാരമില്ല, ഇന്ന് നമ്മൾ നന്നായിട്ട് കൺട്രോൾ ചെയ്യണം. അപ്പോൾ ഇതാ എന്നും പതിവ് പോലെ തന്നെ ഞാൻ ഉമ്മാൻ്റെ ദോശയും പിന്നെ ദോശയ്ക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടം ഗ്രീൻ പീസാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് കോംബോ ആണ് ദോശയും ഗ്രീൻ പീസ് കറി കേട്ടോ. അതിക്ക് ഇന്നലെ ഉമ്മ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയായിരുന്നു ഇന്നലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു ഗ്രേവി ഉണ്ടായിരുന്നു, ചിക്കനും ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ അതിൻ്റെ ഗ്രേവി മാത്രമാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് കഴിക്കണത്. ഇന്നലെ ഫ്രൈഡ് റൈസ് കഴിച്ചപ്പോൾ ഞാൻ പോർഷനും കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ നന്നായിട്ട് അങ്ങോട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് ഞാൻ ഇപ്പോൾ ഇന്ന് വെയിറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഒറ്റ ദോശയാണ് കഴിച്ചിട്ടുള്ളത്. അതൊക്കെ കഴിച്ചിട്ട് ഞാനിങ്ങനെ റൂമിലൊക്കെ പോയി ഇരുന്ന് താത്താന് വീഡിയോ കോളൊക്കെ ചെയ്യുകയാണ് കേട്ടോ. ഒക്കെ അധികം ഇവിടെ വന്ന് നിൽക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ വീഡിയോ കോളൊക്കെ ചെയ്യാണ്. അപ്പോഴാണ് ഉമ്മ ഒരു മാങ്ങയൊക്കെ കട്ട് ചെയ്തിട്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മാങ്ങ, അപ്പോൾ മാങ്ങ കട്ട് ചെയ്തിട്ട് എനിക്ക് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാങ്ങയൊക്കെ അങ്ങനെ കഴിച്ച് താത്താണ്ട് എന്തൊക്കെയോ ഭയങ്കര ഘോരഘോരമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഇത്രമാത്രം എന്തെങ്ങനെ സീരിയസ് ആയിട്ട് ഇരുന്ന് വർത്താനം പറഞ്ഞത് എന്ന് ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു. എന്താണെന്നുള്ളൊരു തരി പോലും ഓർമ്മയില്ല കേട്ടോ. പിന്നെ ഞാൻ വോയിസ് ഒന്നും എടുത്ത് കേട്ട് നോക്കിയിട്ടില്ല. ഇനിയിപ്പോൾ അത് ഇരുന്ന് ആലോചിക്കണ്ടല്ലോ എന്നുള്ളത് ഞാൻ അങ്ങനെ ചിന്തിച്ചു. വോയിസൊക്കെ ഞാൻ മ്യൂട്ടാക്കി ഇട്ടു. അപ്പോഴാണ് ഞാൻ അങ്ങനെ നോക്കിയപ്പോഴാണ് ഉമ്മ എൻ്റെ ഒഴിഞ്ഞ കാലിക്കുപ്പിയൊക്കെ എടുത്ത് കൊണ്ടുപോയിട്ട് ഉമ്മ വെള്ളമൊക്കെ ഫില്ല് ചെയ്ത് കൊണ്ടു തരുന്നുണ്ടായിരുന്നു. ഉമ്മമാർക്ക് നമ്മളെപ്പോഴും ചെറിയ കുട്ടിയാണല്ലോ അല്ലേ, വെള്ളമൊക്കെ പ്രോപ്പറായിട്ട് കുടിച്ചോ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ വെള്ളം ഇങ്ങനെ കൊണ്ടു തരുന്നുണ്ടായിരുന്നു കേട്ടോ. നേരത്തിന് ഇപ്പോൾ അതൊക്കെ ഇങ്ങനെ മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ വോയിസ് ഓവർ ചെയ്യുമ്പോൾ ഞാനിപ്പോൾ കോഴിക്കോട് എത്തിയിട്ടുണ്ട് കേട്ടോ തിരിച്ച്. അയ്യോ, അതൊക്കെ ഇപ്പോൾ മിസ് ചെയ്യുന്നുണ്ട് എനിക്ക്. തിരിച്ച് ഞാൻ കോഴിക്കോട് എത്തിയിട്ടുണ്ട് ഇപ്പോൾ. ഇത് ഇപ്പം എൻ്റെ ലഞ്ചാണ്. ഞാൻ പച്ചക്കായ ഉപ്പേരിയും പിന്നെ ഫിഷ് ഫ്രൈയും ഒരു മുട്ടയാണ് ഞാൻ ലഞ്ചായിട്ട് എടുത്തിട്ടുള്ളത്. അതൊക്കെ കഴിച്ച് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലാണ് കേട്ടോ. ഓച്ചും വിളിയൊന്നും ഇല്ലാണ്ട് എഡിറ്റ് ചെയ്യാനൊക്കെ ഞാൻ മുകളിലേക്കാണ് പോകാറുള്ളത്. അപ്പോൾ മക്കളോട് പറയാണ്ട് പോയാൽ മക്കൾ എന്നെ ഇങ്ങനെ മമ്മ അഴിച്ചിട്ട് ഇങ്ങനെ തിരഞ്ഞ് നടക്കും. അപ്പോൾ മക്കളോട് പറയാൻ വേണ്ടി വന്നപ്പോൾ മക്കൾ അവിടെ എക്സസൈസ് ചെയ്യുക കേട്ടോ. ഡെയിലി എക്സസൈസ് ചെയ്തില്ലെങ്കിൽ പപ്പ ചീത്ത അറിയും. പപ്പ ഡെയിലി എക്സസൈസ് ചെയ്താൽ പപ്പ എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുഷപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാണ് കേട്ടോ. അവർ അവിടെ ആവുമ്പോൾ ഡെയിലി അല്ലെങ്കിൽ ഒന്നരാടൊക്കെ ഇങ്ങനെ ബോക്സിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അത് അവർ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ എത്ര എണ്ണമാണ് ചെയ്യുന്നതൊക്കെ ഇങ്ങനെ വിവരിച്ച് തരികയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ ഉണ്ട് ഒരു ഉമ്മമാനെ സോപ്പിട്ട് ലേസ് ഫ്രൂട്ടി ഇവിടെ അപ്പുറത്ത് ഒരു ചെറിയ കട ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, അവിടെ ഫോൺ വിളിച്ച് പറഞ്ഞാൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ അയാളെ വിളിച്ച് പറഞ്ഞാൽ അയാൾ കൊണ്ടുത്തരും, പൈസ കൊടുത്താൽ മതി. അങ്ങനെ ഒരു ചെറിയ കട ഉണ്ട്. നല്ല സുഖമാണ്. അങ്ങനെ എന്താ പറയുക, മുട്ട, ബ്രെഡ്, അങ്ങനത്തെ കുറച്ച് പച്ചക്കറി, ഫ്രൂട്ട്സ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ എത്തിച്ചു തരും. അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ അവിടെ നിന്നാണ് ഉമ്മ വാങ്ങൽ. അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഇവിടെ മക്കൾ വന്നാൽ ഉമ്മ അങ്ങനെയാണ് ഇവർക്ക് എത്തിച്ചു കൊടുക്കൽ കേട്ടോ. അപ്പോൾ അതൊക്കെ ഉമ്മാനെ പറ്റിച്ച് ഇവർ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതാ വൈകുന്നേരം ആയപ്പോൾ ഉമ്മ എല്ലാ ദിവസവും ഇപ്പോൾ ഇതാ ബ്രെഡിൻ്റെ ഉള്ളിൽ ബുൾസൈ വെച്ചിട്ട് ഇങ്ങനെ സാൻഡ്വിച്ച് പോലെ അങ്ങനെ ആക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആരിൻ്റെ ക്രിയേറ്റിവിറ്റി ആയിട്ട് അതിൻ്റെ ഉള്ളിൽ ലൈസും വെച്ചിട്ടാണ് ഇന്ന് തിന്നണത്. പറയാൻ മറന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ 2 ലേസ് എടുത്ത് അടിച്ചു മാറ്റി തിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ ചെയ്യലേ, കാണുമ്പോൾ ഒരു കൊതിയാകുമ്പോൾ ഒരു 2 എണ്ണം അത്രേ തിന്നിട്ടുള്ളൂ കേട്ടോ. പിന്നെ എന്താ ആസ് യൂഷ്വൽ എൻ്റെ വൈകുന്നേരത്തെ ഒരു രസത്തിന് ഒരു മുട്ട ദോശ ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇതോടുകൂടി നിർത്തണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വേറൊന്നും
കഴിക്കണ്ട എന്നാണ് ഞാൻ വിചാരിക്കണത് കേട്ടോ. കാരണം ഇന്നലെ തന്നെ ഓവറായിട്ട് ഞാൻ ഫുഡ് കഴിച്ചിട്ട് നല്ല വെയിറ്റ് കൂടിയിട്ടുണ്ടല്ലോ. അപ്പോൾ നാളെ വീണ്ടും 88 തന്നെ എത്തിച്ചിട്ട് ഇനി ഒരിക്കലും 89 കാണാത്ത വിധത്തിലാക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇനി ഒരിക്കലും 89 കാണരുത്, അങ്ങനെ ആക്കണം. അപ്പോൾ എന്തായാലും എൻ്റെ ഫേവറേറ്റ് മുട്ടദോശയൊക്കെ കഴിക്കട്ടെ. ഇതിലേക്ക് പിന്നെ എനിക്ക് കറീൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, ഇതിങ്ങനെ അങ്ങോട്ട് കഴിച്ചാൽ മതി. ഇന്ന് നീലു ഇപ്പോൾ വന്നതാണ് കേട്ടോ. നയന വീട്ടിൽ പോയതായിരുന്നു രാവിലെ. അപ്പോൾ ചെറിയൊരു വയ്യായിക ഉണ്ട് കേട്ടോ, അതാണ് ഇങ്ങനെ ഇരിക്കണത്. അവന് ചെറിയൊരു പനിയുണ്ട്. അപ്പോൾ ഡോക്ടറൊക്കെ ഒന്ന് കാണിച്ചിട്ട് ഇപ്പോൾ വന്നതാണ് കേട്ടോ. ഒന്ന് നെബുലൈസൊക്കെ ചെയ്തിട്ട് വന്നതാണ്. തീരെ വയ്യ, പാവമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എനിക്കിപ്പോൾ അവനെ നല്ല മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ ഞാൻ കോഴിക്കോടാണുള്ളത്. അപ്പോൾ നല്ല മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനും ആര്യനെ ഇപ്പോൾ ഇങ്ങനെ അവനെ പറ്റി ഇങ്ങനെ പറഞ്ഞിരിക്കുകയായിരുന്നു, നിലുവിനെ മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ കാക്ക എല്ലാവരും വന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ ഫുഡ് കഴിക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ ഇത്രേ കഴിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ നാളത്തെ വെയിറ്റ് നോക്കണം, 88 ആയാൽ മതിയായിരുന്നു. അപ്പോൾ നാളെ കാണാം. ബൈ ബൈ.